നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. 8ാം ദിനവും പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. ടെഹ്റാനിൽ ഉൾപ്പെടെ കടുത്ത ആക്രമണവുമായി അമേരിക്ക. മരണം 1300 കവിഞ്ഞു. ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ദേനയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ശ്രീലങ്കയ്ക്ക് മേൽ സമ്മർദ്ദവുമായി അമേരിക്ക. കൊച്ചി തീരത്ത് നങ്കൂരമിട്ട ഇറാനിയൻ കപ്പലിലെ ജീവനക്കാർക്ക് സൗകര്യമൊരുക്കി ഇന്ത്യ. ഇറാന്റെ ആക്രമണ പശ്ചാത്തലത്തിൽ ദുബായ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. എല്ലാ സർവീസുകളും റദ്ദാക്കിയെന്ന് എമിറേറ്റ്സ്. തീരുമാനം യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തു. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും കൂട്ടി. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. ഗാർഹിക ബുക്കിംഗ് 25 ദിവസത്തിലൊരിക്കൽ മാത്രം. CPM അനുനയത്തിന് വഴങ്ങാതെ മുതിർന്ന നേതാവ് G. സുധാകരൻ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ലെങ്കിലും പാർട്ടി വിടില്ലെന്ന് സൂചന. ആലപ്പുഴ പെരുമ്പളം പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ലൈവിട്ട് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൊട്ടുപിന്നാലെ പിൻവലിച്ചു. അഡ്മിൻ അനുമതിയില്ലാതെ ലൈവ് നൽകിയെന്ന് G. സുധാകരൻ. സുധാകരനെ കാണാതെ മുഖ്യമന്ത്രി മടങ്ങി. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി തലസ്ഥാനത്ത്. ശിവഗിരിയിൽ സന്ദർശനം നടത്തി. വൈകിട്ട് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പ് ശോഭ കെടുത്തുന്ന പ്രവൃത്തികൾ ഉണ്ടാകരുതെന്ന് KC വേണുഗോപാൽ. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാതെ R. ശ്രീലേഖ. പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് നഗരസഭാ കൗൺസിലറായതെന്നും പാർട്ടി പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നും ജയിക്കുമെന്നും ശ്രീലേഖ. മണ്ഡലത്തിൽ ചുമരെഴുതി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തവനൂരിൽ സ്ഥാനാർത്ഥിയായി KT ജലീൽ വേണ്ടെന്ന് CPM പ്രാദേശിക നേതാക്കൾ. മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ജലീലിനെ എന്തിനു മത്സരിപ്പിക്കണമെന്ന് ചോദ്യം. മണ്ഡലത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം. തവനൂർ സഖാക്കൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആദ്യ ബലാത്സംഗ കേസിൽ സുപ്രീംകോടതിയെ സമീപിച്ച പരാതിക്കാരി. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയത് ചട്ടവിരുദ്ധമെന്നും രാഹുലിന് കോൺഗ്രസിന്റെ പിന്തുണയെന്നും ഹർജിയിൽ. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ കടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പശ്ചിമബംഗാൾ ജൽപായ്ഗുരി സ്വദേശി വിശ്വദീപ് ദാസ് അറസ്റ്റിലായത് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്ന്. കാർ കടത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ. ആലപ്പുഴ എരമല്ലൂരിൽ വാഹനാപകടം. ടോറസും KSRTC സൂപ്പർഫാസ്റ്റ് ബസും കൂട്ടിയിടിച്ചു. 40 യാത്രക്കാർക്ക് പരിക്ക്. 6 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. 2020 ലോകകപ്പിൽ ചരിത്രം കുറിക്കാൻ ടീം ഇന്ത്യ നാളെ ഇറങ്ങും. ഫൈനലിൽ എതിരാളികൾ ന്യൂസിലൻഡ്. കന്നി കിരീടം ലക്ഷ്യമിട്ട് കിവീസ്. മത്സരം രാത്രി 7 മണി മുതൽ അഹമ്മദാബാദിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.